രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീരാമേന്ദ്രസ്വാമി രാജാവായിട്ട് യുവരാജാവായിട്ട് വാഴിക്കാനായിട്ട് മഹാരാജാവ് നിശ്ചയിച്ച് അതിനുള്ള ഒരുക്കങ്ങളായിട്ട് പുറപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. നാനാദിക്കിന്നും ആളുകൾ ഈ സന്തോഷ വാർത്ത കേട്ടിട്ട് വന്നുകൂടി. രാജ്യം മുഴുവൻ അലങ്കരിച്ചു. ചൈത്യപ്രാസാദങ്ങളും ദേവായതനങ്ങളൊക്കെ ഒരുങ്ങി. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതിൻ്റെയൊക്കെ പുറപ്പാട് ഇങ്ങനെ ഉണ്ടാകുമ്പോഴാണ് ശ്രീരാമനും വർത്തമാനങ്ങളൊക്കെ 2 തവണയായിട്ട് അച്ഛൻ വിളിച്ചു വരുത്തി കാര്യങ്ങളൊക്കെ ചിലതൊക്കെ പറഞ്ഞു. ഇതൊക്കെ മനസ്സിലാക്കി കൗസല്യ, സുമിത്ര, ലക്ഷ്മണൻ ഇത്യാദി പേരൊക്കെ അത് അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ 2 കൂട്ടരെ മാത്രം ഈ കാര്യം രാജാവ് അറിയിച്ചിട്ടുമില്ല. അതായത് രാജാവിനെയും അറിയിച്ചില്ല, ജനകനെയും അറിയിച്ചില്ല. അവർ ഈ വർത്തമാനം പിന്നീട് ഇതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അറിഞ്ഞോട്ടെ എന്നാണ് ആര് വിചാരിച്ചത്. രാജാവ് അങ്ങനെയാണ് പറഞ്ഞത്. പശ്ചാത്തൗ ശ്രോഷ്യത പ്രിയം. പിന്നീട് അവർ ഈ പ്രിയം ഉള്ള വർത്തമാനം സരസം കേട്ടാലും വിഷമമൊന്നുമില്ല, അങ്ങനെ അറിഞ്ഞാലും മതി കണക്കാക്കി. അങ്ങനെ ഒരുക്കങ്ങളൊക്കെ നടത്തിയിരിക്കുന്ന സമയത്ത് കൊട്ടാരത്തിൽ അപ്പോൾ ഇതിന്നൊരു കാര്യം നമുക്ക് മനസ്സിലായി. എന്തുണ്ടായിട്ടില്ല, കൈകേയി വാർത്ത അറിഞ്ഞിട്ടില്ല. സുമിത്ര അറിഞ്ഞിട്ടുണ്ട്, കൗസല്യ അറിഞ്ഞിട്ടുണ്ട്, രാമനും ലക്ഷ്മണനും അറിഞ്ഞിട്ടുണ്ട്, ഭരതശത്രുഘ്നന്മാരും അറിയാൻ വഴിയില്ല.
അതുപോലെ കൈകേയി ഈ വിവരം അറിഞ്ഞിട്ടില്ല എന്ന് ഇനി കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പം ഇത് കേട്ടപ്പോഴാണ് ഇങ്ങനെയുള്ള വർത്തമാനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അയോധ്യയിലെ കാര്യങ്ങൾ നടക്കുകയാണ്. രാജാവിനാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് രാമൻ അങ്ങോട്ട് രാജാവായി വാണ് കണ്ടാൽ മതി, എന്നാൽ പിന്നെ അതിൻ്റെ പിറ്റേന്ന് പിന്നെ എന്തായാലും വിഷമമില്ല, അത് തടസ്സമില്ലാതെ നടന്ന് കിട്ടിയാൽ മതി എന്നൊരു വിചാരമേ ഉള്ളൂ. ഇപ്പോൾ രാജാവിനെ സംബന്ധിച്ച് പറയുക വെച്ചാൽ തൻ്റെ മകനെ രാജാവായിട്ട് വാഴിക്കണതിന് വേറൊരാളുടെ സഹായമോ അല്ലെങ്കിൽ വേറൊരാളുടെ സൗകര്യമോ നോക്കേണ്ട കാര്യം ഇല്ല. അപ്പം അദ്ദേഹത്തിന് തീരുമാനിക്കുക, കാര്യം നടത്തുക, അത്രയേ വേണ്ടൂ. പക്ഷെ എന്താണെന്ന് നിശ്ചയില്ല. രാജാവ് ഈ ഒരു ചിന്ത വന്നപ്പോഴേ രാജാവിന് എന്ത് തുടങ്ങിയിട്ടുണ്ട്? ഒരു വേവലാതി. മുടങ്ങുമോ, നടക്കാണ്ട പോവുമോ, കഷ്ടത്തിലാവുമോ, ഇതിൽ ദുശകനങ്ങൾ കാണണോ, രാജാവിൻ്റെ മരണം പോലുള്ളതായ സംഗതികളാണ് കാണുന്നത് എന്ന ഒരു ഹൃദയത്തിലൊരു വേവലാതി രാജാവിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ രാജാവിനെ പിടിച്ചു വലിക്കണതായിട്ട് കാണാനുമുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്നൊരു രൂപവും കിട്ടണില്ല. പക്ഷേ ഇടയ്ക്ക് ചില സൂചനകൾ നമ്മൾ മനസ്സിലാക്കണമുണ്ട്. എന്താ സൂചനകൾ ചോദിച്ചാൽ, ഭരതനും ഇവിടെ ഇല്ലല്ലോ, നന്നായി, ഇതന്നെയാണ് നല്ല സമയം എന്നൊക്കെ രാജാവ് ഭരതനെക്കുറിച്ച് മോശമായിട്ട് പറയണില്ലെങ്കിലും ഭരതൻ ഇല്ലാത്തതായ കാലമാണ് ഈ അഭിഷേകത്തിന് നല്ലത് എന്ന് തീരുമാനം പറയുന്നുണ്ട്. എന്നിട്ട് രാമനോട് പ്രത്യേകമായിട്ട് ഭരതൻ്റെ കേമത്തിലും പറയുന്നുണ്ട്, ഭരതൻ നല്ല കുട്ടി തന്നെയാണ്, ഏട്ടനെ തെറ്റി നടക്കണമെന്നല്ല എന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം വേറെയും ചിലതൊക്കെ പറഞ്ഞു കൊടുത്തതിൻ്റെ ശേഷം ആണ് രാമൻ അവിടുന്ന് തല താഴ്ത്തി വളരെ ഭംഗിയുള്ള മുഖം, അത്രയ്ക്ക് ഭംഗി പോരാത്ത മട്ടിലായിട്ട് ആര് പോയത്? രാമൻ അച്ഛൻ്റെ അടുത്തുനിന്ന് രണ്ടാമത് മടങ്ങി പോകുന്നത് എന്നും പറഞ്ഞു. അപ്പം ഇതൊക്കെ കഴിഞ്ഞ് രാജാവ് ഒരുങ്ങിയിരിക്കുകയാണ്. ഏതാണ്ട് വൈകുന്നേരമായി. ഈ നേരം വെളിച്ചായാൽ എന്തേ വേണ്ടു, അഭിഷേകത്തിന് വേണ്ടതായ പുറപ്പാടും ഒരുക്കങ്ങളും ഒക്കെ ആവും. മഹർഷിയൊക്കെ തീരുമാനമായിട്ടൊക്കെ പുറപ്പെട്ടിട്ടുണ്ട്. രാമനെ അതിൻ്റെ ഒരുക്കത്തിനായിട്ട് എന്ത് ചെയ്യിച്ചിട്ടുണ്ട്? വ്രതാനുഷ്ഠിക്കാനായിട്ട് പരമേശ്വരൻ്റെ രാമനും സീതയും വന്ന് എവിടെയാണ് താമസം? ആ വിഷ്ണു ക്ഷേത്രത്തിൽ ഉപവസിച്ച് കഴിച്ചു കൂട്ടുകയാണ്, നാമം ജപിച്ചും നമസ്കരിച്ചും കഴിച്ചു കൂട്ടുകയാണ്. അപ്പോൾ നാളേക്ക് വേണ്ട ഒരുക്കങ്ങളൊക്കെ മഹർഷിയുടെ കയ്യിലാണ് ഏർപ്പാട്. അദ്ദേഹം അതിനൊക്കെ വേണ്ടത് ചെയ്യുന്നുണ്ട്. അപ്പോൾ രാജാവ് അപ്പോൾ ഇങ്ങനെ ചിന്തിച്ചിരിക്കണമൊക്കെ നടക്കുകയായിരിക്കും, നന്നായി നടക്കും എന്നുള്ള വിചാരത്തിലിരിക്കുമ്പോഴാണ് കൊട്ടാരത്തിൽ എന്താണെന്നാണെങ്കിൽ വേറെ വിശേഷം ഉണ്ടായത്. ജ്ഞാതിദാസി യതോ ജാത കൈകേയ്യാസ്തു, അങ്ങനെ ഉണ്ടായത്. ജ്ഞാതിദാസി എന്ന് പറഞ്ഞാലേ, ജ്ഞാതികൾ എന്ന് പറഞ്ഞാൽ ബന്ധുക്കൾ എന്നാണ്. ഈ ബന്ധുക്കൾ എന്ന് പറയുമ്പോൾ തന്നെ വിവാഹം കഴിച്ചിട്ടാവുന്ന ബന്ധത്തിനാണ് അതിലൊരു പ്രാധാന്യം. ബന്ധം പല ജാതിൻ്റെ കുടുംബ ബന്ധങ്ങളുണ്ട്, പരസ്പരം അങ്ങോട്ട് ഇതല്ല. ജ്ഞാതിദാസി എന്ന് പറഞ്ഞാൽ അതാണ്. ജ്ഞാതിദാസി യതോ ജാത കൈകേയ്യാസ്തു സഹോഷിത പ്രാസാദം ചന്ദ്രസങ്കാശം ആരുരോഹയദൃച്ഛയാ. അവിടെ നിന്നാണ് തുടക്കം. ജ്ഞാതിദാസിയായ ഒരുത്തി അവളെന്ത് ചെയ്തു? അവളെ കൈകേയ്യാസ്തു സഹോഷിത, അതായത് കൈകേയിയെ കേകയ രാജ്യത്ത് ചെന്ന് രാജാവ് ദശരഥൻ വിവാഹം ചെയ്ത് കൊണ്ടുപോരുന്ന സമയത്ത് കൈകേയിയുടെ കുടുംബത്തിൽ നിന്ന് കൈകേയിയുടെ അച്ഛനും അമ്മയും കൈകേയിയുടെ കൂടെ അവിടെ നിന്ന് പറഞ്ഞയച്ച ദാസിയാണ് ആര്? ഈ ദാസി. അല്ലാതെ ദാസിമാർ പല ജാതി ഉണ്ട്. താൻ വരുമ്പം കൊണ്ടുവന്ന പി എമാരും ഉണ്ടാവും, ഇവിടുത്തെ പി എമാരും ഉണ്ടാവും. ഇത് ഇവിടുത്തെ പി എ അല്ല. ആരാണ്? തൻ്റെ കുടുംബത്തിൽ നിന്ന്. നമ്മളൊക്കെ മന്ത്രിയാവുക വെച്ചാൽ നമ്മുടെ അമ്മായിയുടെ മകൻ, അച്ചോളുടെ മകൻ, പിന്നെ അടുത്ത വീട്ടിലെ നാരായണൻ നായരുടെ മകൻ, ഇവരൊക്കെ എന്തുണ്ടാവും? നമ്മുടെ പി എമാരായിട്ടൊരു 10-25 ആളുണ്ടാവും. എന്തിനാ ചോദിച്ചാൽ നമുക്കറിയില്ല. എന്നാലും ഇവരൊക്കെ ചോറുണ്ടും ശമ്പളം വാങ്ങി പിന്നെ പെൻഷൻ വാങ്ങി സന്തോഷമായിട്ട് കഴിയും. നല്ല കാര്യമാണ്. നമ്മളൊക്കെ അങ്ങനെ ആകുമ്പോഴല്ലേ അവർക്കൊക്കെ ഗുണം ഉണ്ടാവുള്ളൂ. എന്തെങ്കിലും ഗുണമായാലും ദോഷമായാലും എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ കൈകേയിയെ കല്യാണം കഴിച്ച് കുട്ടിക്ക് കൊണ്ടുവരുന്ന സമയത്ത് കൈകേയിയുടെ കൂടെ പോകുന്ന ദാസി എന്ന് പറയുമ്പോൾ വെറും പണിക്കാരത്തി അല്ല, ആ ദാസിക്കൊരു ധാത്രി ഛായയും കൂടിയുണ്ട്. അതുകൊണ്ടാണ് സഹോഷിത എന്ന് പറഞ്ഞത്. സഹോഷിത എന്ന് പറഞ്ഞാൽ കൂടെ കഴിഞ്ഞോളാം എന്നർത്ഥം. കൈകേയിയുടെ കൂടെ കഴിഞ്ഞോളായ ആ ദാസി. കൂടെ കഴിഞ്ഞോള എന്ന് പറയുമ്പോൾ ധാത്രിയാവും. ധാത്രീച്ചാർത്ഥം എന്താണെന്നറിയോ? ഈ രാജ്ഞിമാരൊക്കെ പ്രസവിച്ചാൽ കുട്ടികളെ നോക്കണ സ്ത്രീകളെയാണ് എന്ത് പറയുക? ധാത്രി എന്ന് പറയും. ധാത്രിച്ച പണിക്കാരത്തി തന്നെയാണ്, എന്നാൽ വെറൊരു പണിക്കാരത്തിയല്ല, ഒരു അമ്മച്ഛായുള്ള പണിക്കാരത്തിയാണ്. അതായത് കുറച്ചൊക്കെ ശാസിക്കാനും കുറച്ചൊക്കെ നിർദ്ദേശിക്കാനും ഒരു ലേശം അടുത്ത് പെരുമാറാൻ പ്രാപ്തിയുള്ള ഒരു സമ്പ്രദായക്കാരി ജ്ഞാതിദാസി. അതാണ് അങ്ങനെയുള്ളതായ ഒരുത്തി. അവൾ എന്ത് ചെയ്തു? അവളുടെ പേര് മന്ധര എന്ന് പറയും. ആ മന്ധരയുടെ പ്രത്യേകത എന്താ ചോദിച്ചാൽ പറയും, പ്രാസാദം ചന്ദ്രസങ്കാശം ആരുരോഹ യദൃച്ഛയ. ചന്ദ്രസങ്കാശം പ്രാസാദം ആരുരോഹ. ചന്ദ്രസങ്കാശം എന്ന് പറഞ്ഞാൽ ചന്ദ്രനെ പോലെ ശോഭിക്കുന്നതായ
പ്രാസാദം എന്ന് പറഞ്ഞാൽ മാളിക എന്നർത്ഥം. പ്രസാദം എന്ന് പറഞ്ഞാൽ നമ്മൾ അമ്പലത്തിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കണ പ്രസാദം എന്ന് വെച്ചാൽ സന്തോഷം എന്നർത്ഥം. പ്രാസാദം മാളിക, വലിയ മാളികയ്ക്കാണ് മാളിക പറയില്ലേ നമ്മൾ പണ്ട് 1-2 നിലയിൽ പണിയണ കെട്ടിടങ്ങൾ. അപ്പോൾ ഇവിടെ ചന്ദ്രസങ്കാശം പ്രാസാദം എന്ന് എടുത്ത് പറയാൻ കാരണം ചന്ദ്രൻ്റെ കിരണങ്ങൾക്കും പ്രകാശങ്ങൾക്കും നല്ല വെളുത്ത നിറാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നല്ല വെള്ള പൂശി നല്ല നന്നായിട്ട് ഭംഗിയിൽ ഇങ്ങനെ തിളങ്ങി മിന്നണതായ ആ പ്രത്യേക വിശിഷ്ടമായ പ്രാസാദത്തിൻ്റെ മുകളിലേക്ക് കയറി എന്നാ പറയുക. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കയറി രാജകൊട്ടാരത്തിൻ്റെ മുകളിലേക്ക് മാളികയമ്പലേക്ക് കയറി വല്ല വാട്ടർ ടാങ്കിൽ വെള്ളം ഉണ്ടെന്ന് അങ്ങനെ നോക്കാനെങ്ങാണ്ട് കയറിയതായിരിക്കും ഇവൾ അവിടെ നിന്ന് കയറിയപ്പം എന്തായാലും നമ്മൾ ഉയരത്ത് കയറിയാൽ അവിടെ നിന്ന് ഉദ്ദേശിച്ച പണിയും ചെയ്ത് അങ്ങനെ ഇങ്ങോട്ട് മാത്രം ഇറങ്ങി പോരില്ല. അവിടെ നിന്ന് നമ്മൾ ചുറ്റും ഒന്ന് നോക്കും. എപ്പോഴെങ്കിലല്ലേ കയറുള്ളൂ. അപ്പോൾ കയറുമ്പോൾ നമ്മൾ എല്ലാ ദിക്കിലേക്കും ഒന്ന് നോക്കും. അപ്പോൾ ഇവളെന്ത് ചെയ്തു വെച്ചാൽ ചുറ്റും ആ നിന്ന ദിക്കിനൊന്ന് നല്ലോണം നോക്കി. പ്രാസാദം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയരം കൂടിയ സ്ഥലമാണല്ലോ. അവിടേക്ക് ചെന്നിട്ടൊന്ന് നോക്കിയപ്പം ഈ പ്രാസാദം എന്നൊക്കെ പറയുമ്പം നമ്മുടെ മലയാള നാട്ടിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല. കാരണം എന്താ ചോദിച്ചാൽ നമ്മുടെ നാട്ടിലെ കൊട്ടാരങ്ങളും അമ്പലങ്ങളും കോവിലകങ്ങളും പോലെയല്ല കേരളത്തിൻ്റെ പുറത്തിരിക്കുന്നതായ കൊട്ടാരങ്ങളുടെയും കോവിലകങ്ങളുടെയും ഒന്നും ശൈലി കേരളത്തിൻ്റെ ശൈലിയിൽ. ഇവിടെ അപ്പം നമ്മൾ ഏത് വലിയ കൊട്ടാരം പണിയാണെങ്കിലും മരം കൊണ്ടൊക്കെ നമ്മുടെ സാധാരണ 4 കെട്ടോ 8 കെട്ടോ 16 കെട്ടോ മാളികയായിട്ട് 2 3 നിലയായിട്ട് പണി. അതിൽ കൂടുതലൊന്നും പണിയില്ല. 3 നിലയെ പതിവുള്ളൂ. 3 നിലയുടെ കൂടുതൽ നിലയൊന്നും നമ്മുടെ മലയാള നാട്ടിൽ പണിയ പതിവില്ല. ഈ പഴയ സമ്പ്രദായത്തിൽ. ഇപ്പോഴത്തെ മട്ടല്ല പറയുന്നത്. പഴയ സമ്പ്രദായത്തിൽ ഈ ഓടും മരവും കല്ലും ഒക്കെ ഉപയോഗിച്ചിട്ട് പണിയില്ലേ. അത് തന്നെ ഈ മാളികയായിട്ട് പണിയുന്ന സമ്പ്രദായം കുറയും. വടക്കോട്ടാണ്, തെക്കോട്ട് പതിവില്ല. തെക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇപ്പോൾ തിരുവനന്തപുരത്തൊന്നും പോയാൽ നമ്മളിവിടെ പണിയണ മാതിരി 2 നിലയും 3 നിലയൊന്നും ഒരു 8 കെട്ടും 16 കെട്ടും 32 കെട്ടൊക്കെ ആയിട്ട് വലിയ ഗ്രഹങ്ങൾ പണിയും. പക്ഷെ ഇത് മുകളിലേക്ക് പണിയലൊക്കെ അപൂർവേ ഉള്ളൂ. ഒന്നാമത് എന്താ ചോദിച്ചാൽ അവിടെ ഈ അറയും നിരയൊക്കെ ആയിട്ടാണ് പണിയുക. നിര എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമോ? മരം കൊണ്ട് മരത്തിൻ്റെ വലിയ പാളികൾ കൊണ്ടുവന്നിട്ട് അതുകൊണ്ടാണ് ചുമരൊക്കെ പണിയുക. ഇടയ്ക്കിടയ്ക്ക് വലിയ കട്ടിയുള്ള തൂണ് പോലെയുള്ള വലിയ മരങ്ങൾ പിടിപ്പിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഘടിപ്പിച്ചിട്ട് അങ്ങനെ നിരന്ന് അറയും നിരയെന്ന് അതിന് പറയുക. നിരന്ന് പണിയണതാണത്. അതുകൊണ്ടാണ് അറയും നിര. നമ്മുടെ നാട്ടിൽ അങ്ങനെ മരം കൊണ്ടല്ല പണിയുക. മരം കൊണ്ട് ഈ കഴുക്കോലും മറ്റേ ജാതിയൊക്കെ പണിയുള്ളൂ. മറ്റേതൊക്കെ എന്തുകൊണ്ടാണ് പണിയുക? കല്ലുകൊണ്ട് വലിയ വെട്ടുകല്ല് ഇങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടാണ് പണിയുക. വടക്കോട്ട് ഏതാണ്ടൊരു എറണാകുളം കഴിഞ്ഞ് തൃശ്ശൂർ കഴിഞ്ഞ് വടക്കോട്ടൊക്കെ ധാരാളം അങ്ങനെയാണ്. കുറേശ്ശൊക്കെ അങ്ങോട്ട് ഇല്ല എന്നല്ല, എന്നാലും ധാരാളം ഇല്ല. ഈ മധ്യ മലബാറിലേക്കും വടക്കേ മലബാറിലേക്കും ഈ കല്ലും മരവും ഉപയോഗിച്ചുള്ള പണികൾ ധാരാളം ഉണ്ട്. 2-3 നിലയായിട്ട് പണിയണ കോവിലകങ്ങളും കൊട്ടാരങ്ങളും വലിയ ഗ്രഹങ്ങളൊക്കെ പതിവുണ്ട്. അപ്പം ആ ഒരു മട്ടിൽ കല്ല് മരം ഓട് ഈ ജാതി സമ്പ്രദായത്തിലല്ല ഉത്തരഭാരതത്തിലൊന്നും കൊട്ടാരങ്ങൾ പണിയുക. അവിടെയൊക്കെ എന്താ ചോദിച്ചാൽ അവരുടെ ഈ കല്ലുകൊണ്ടൊക്കെ തന്നെ ചുമര് പണിതതിൻ്റെ ശേഷം മേൽക്കൂര പണിയണതും എന്തുകൊണ്ടായിരിക്കും? കല്ലുണ്ടായിരിക്കും. നമ്മളിന്ന് കോൺക്രീറ്റിൻ്റെ വാർത്ത കെട്ടണതായ ആ സംവിധാനമില്ലേ, അതിന് പകരം വലിയ കല്ലിൻ്റെ പാളികൾ നിരത്തി വെച്ചിട്ടാണ് മേൽക്കൂര പണിയുക. എന്നിട്ട് അതിൻ്റെയൊക്കെ പഴുതടയ്ക്കാൻ പ്രത്യേക ചാന്ത് പോലൊരു വിശേഷ വസ്തു ഉണ്ടാക്കി സിമെൻറ്റിന് പകരം അടയ്ക്കും. അപ്പോൾ അതുകൊണ്ട് കൊട്ടാരം കണ്ടാൽ നമ്മൾ ഇന്ന് പോയി കണ്ടാലും പുതിയ കോൺക്രീറ്റ് പണിത കെട്ടിടമാണെന്ന് ഇന്നും രാജസ്ഥാനിലൊക്കെ പോയി നോക്കുക. അവിടെ ഓരോ കൊട്ടാരങ്ങളൊക്കെ ചിത്രത്തിലെങ്കിലും കണ്ടിട്ടുണ്ടാവില്ലേ? ഒക്കെ നമ്മുടെ കോൺക്രീറ്റ് കൊണ്ട് പണിത കെട്ടിടം പോലെ തോന്നില്ലേ? കോൺക്രീറ്റ് ഉപയോഗിച്ചിട്ട് പണിയണമെന്ന്. വിശേഷപ്പെട്ട കല്ല്, ചുമന്ന കല്ല്, മണൽക്കല്ല്, അതുപോലെ വെള്ള കല്ല്, വെണ്ണക്കല്ല്, കറുത്ത കല്ല്, പല ജാതി ഓരോ ദേശത്തിനനുസരിച്ച് കിട്ടുന്ന കല്ലിൻ്റെ സമ്പ്രദായം കൊണ്ടാണ് അവരെന്ത് ചെയ്യുക, ഇതൊക്കെ പണിയുക. അപ്പോൾ അതുകൊണ്ട് ഈ മാളികേമ്പിക്ക് കയറാനും അതിൻ്റെ ഉയരത്തേക്ക് കയറാനും നോക്കാനൊന്നും ഇന്നത്തെ നമ്മുടെ നാട്ടിലത്തെ മാതിരി നമ്മുടെ നാട്ടിൽ ഓട്ടുപുറത്തേക്കൊക്കെ കയറാനൊന്നും പറ്റുമോ? പറ്റില്ല. ഇതെന്ത് ചെയ്യാം? അറ്റം വരെ കയറി മട്ടുപ്പാവോളം കയറി തുറന്ന മൈതാനം പോലെയുള്ള സ്ഥലത്ത് നിന്ന് എന്ത് കാണാനും സൗകര്യമാണ്. അതാണ് ആ സംവിധാനം കൂടി മനസ്സിലായാൽ ഈ നോട്ടത്തിൻ്റെ. നമ്മുടെ നാട്ടിലിപ്പം ഏറ്റവും വലിയ മാളിക പണിതാലും നോക്കിയാൽ എന്താ ഉണ്ടാവണം? വല്ല ഗവാക്ഷം പോലെ കോണിൽ വല്ല ചില അറകളോ മുറികളോ അവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന ഒരു ഭാഗം മാത്രമേ കാണുള്ളൂ. പിന്നെ മുഴുവനും കാണണമെങ്കിൽ ഓടിൻ്റെ മുകളിലിരിക്കുന്ന മേൽക്കൂരയുമ്പേക്ക് കാരണം അത് പ്രായോഗിക അല്ലാത്തതുകൊണ്ട് അതൊന്നും പതിവില്ല. അപ്പോൾ ഇവിടെ ഈ ചന്ദ്രസങ്കാശമായ മാളികയുടെ മുകളിൽ കയറിയിട്ട് ഈ ജ്ഞാതിദാസിയായ മന്ധര നോക്കിക്കണ്ടു എന്ന് പറഞ്ഞാൽ ഈ ഒരു സംവിധാനം കൂടി മനസ്സിലാക്കിയിട്ട് വേണം ആ കണ്ട കാഴ്ചയെക്കുറിച്ച് മനസ്സിലാക്കാൻ. അപ്പോൾ ഇവൾക്ക് എന്ത് ചെയ്യാം? ഏറ്റവും മുകളിലേക്ക് കയറിയാലും അവിടെ നിന്നും ചുറ്റും ഇങ്ങനെ വട്ടത്ത് തിരിഞ്ഞാൽ എന്ത് കാണാം? ആ നാട് മുഴുവനും തെക്കും വടക്കും പടിഞ്ഞാറും ദേശമുള്ളതായ തെക്ക് ഭാഗം വടക്ക് ഭാഗം പടിഞ്ഞാറും കിഴക്കും ഇരിക്കുന്ന എല്ലാ
ദേശങ്ങളും അയോധ്യയുടെ എല്ലാ ഭാഗങ്ങളും കാണാനായിട്ട് സാധിക്കും. അപ്പം അതുകൊണ്ടാണ് ഇതിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് അപ്പോൾ എന്താ വെച്ചാൽ പറയും അയോധ്യാം മന്ധര തസ്മാൽ പ്രാസാദാൽ അന്വവൈക്ഷത. ആ മാളികയുമെന്ന് മന്ധര ചുറ്റും നോക്കി കണ്ടു. ചുറ്റും നോക്കി കണ്ടപ്പോഴാണ് എന്താ വെച്ചാൽ ഈ നാട് മുഴുവനും കുരുത്തോല തൂക്കിയിട്ടും തോരണം തൂക്കിയിട്ടും കൊടി തോരണങ്ങളൊക്കെ ആയിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. നല്ല വർണ്ണ ശബളമാണ്. ഏത് ആളുകളാണെങ്കിൽ അടിക്കണോ തുടയ്ക്കണോ, പിന്നെ നല്ലോണം ശുദ്ധം വരുത്തണോ, അലങ്കരിക്കണോ, എല്ലാവരും നന്നായി കുളിച്ച് നല്ല വസ്ത്രങ്ങൾ ധരിക്കണോ, ആഭരണങ്ങളൊക്കെ എടുത്ത് ഒരുക്കി വെക്കണോ, അണിയാനായിട്ട് എല്ലാറ്റിനും ഒരു ഒരുക്കം, ആളുകൾക്ക് സന്തോഷവും ഒരു ഉണർവും എല്ലാ ദിക്കിലും കാണാനുണ്ട്. അപ്പോൾ ഈ മന്ധരയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങനെ കയറി നോക്കുമ്പോൾ ഇതൊന്നും മുമ്പ് കണ്ട് പതിവില്ലാത്തൊരു സംഗതിയാണ് കാണണത്. അപ്പോൾ എന്താ വെച്ചാൽ നന്നായിട്ട് ആളുകളൊക്കെ സന്തോഷമായിട്ട് ഇങ്ങനെ സഞ്ചരിക്കുമ്പം കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. ഇങ്ങനെ ഒരു വിവരം എന്തെങ്കിലും ഇവിടെ കാര്യമായിട്ട് നടക്കണത് ആരും അറിഞ്ഞിട്ടുമില്ല, മന്ധര അറിഞ്ഞിട്ടുമില്ല. അപ്പം നമുക്ക് എന്ത് മനസ്സിലായി? കൈകേയിയും അറിഞ്ഞിട്ടുണ്ടാവില്ല. എന്താ കാരണം? കൈകയുടെ കൂടെ കഴിച്ചു കൂടുന്നുള്ളതാണല്ലോ മന്ധര. അപ്പം കൈകേയി അറിഞ്ഞാൽ എന്തായാലും മന്ധര അറിയണം. അപ്പം മന്ധര അറിഞ്ഞിട്ടില്ല എന്നുള്ളതുകൊണ്ട് കൈകേയും അത് അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പം ഈ മന്ധര ഇങ്ങനെ നോക്കിയപ്പം ഈ കൊട്ടാരത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ എന്തൊക്കെ കാണാം? രാമൻ്റെ കൊട്ടാരം കാണാം, രാമൻ താമസിക്കുന്ന കൊട്ടാരം കാണാം, അതിൻ്റെ ഇപ്പുറത്ത് കൗസല്യയുടെ അന്തഃപുരം കാണാം, കൗസല്യ താമസിക്കുന്ന കൊട്ടാരം, സുമിത്രയുടേത് ഒക്കെ കാണാമല്ലോ. അങ്ങനെ ഇന്നൊരു കൈകേയിയുടെ കൊട്ടാരത്തിൻ്റെ മുകളിൽ നിന്ന് പാര് നോക്കിയിട്ടുണ്ടാവുക, ഈ മന്ധര നോക്കിയിട്ടുണ്ടാവുക. അപ്പം തൊട്ടടുത്തപ്പുറത്ത് കൗസല്യയുടെ പൂമുഖമൊക്കെ നല്ലോണം കാണാം. അപ്പം ഈ മന്ധര നല്ലോണം നോക്കിയപ്പോൾ എന്ത് കണ്ടു? അവിടെ നല്ലേ ഒന്നും പറയേണ്ട, ആളുകൾ വളരെ സന്തോഷമായിട്ട് നല്ല വസ്ത്രങ്ങൾ ധരിച്ച് നടക്കണമെന്ന് മാത്രമല്ല, ഉത്തമേന അഭിസംയുക്ത ഹരിഷേണാർത്ഥപരാസതി രാമമാതാ ധനം കിന്നോ ജനേഭ്യ സംപ്രയച്ഛതി. അതാണ് ശ്രദ്ധിച്ചത്. എന്താ വെച്ചാൽ നോക്കൂ, ഉത്തമേന അഭിസംയുക്ത, നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് സന്തോഷമായിട്ട് നല്ല മുഖഭാവത്തോട് കൂടിയിട്ട് എന്താ ഹരിഷേണ സന്തോഷിച്ചിരുന്നിട്ട് എന്ത് ചെയ്യണോ? അർത്ഥപരാസതി രാമമാത, രാമൻ്റെ അമ്മേ അറ്റ കൈക്ക് ഉപ്പ് തേക്കാത്തോള്. ആരുടെ അഭിപ്രായം അത്? രാമൻ്റെ അമ്മയെക്കുറിച്ച്. അല്ല, അറ്റ കൈക്ക് ഉപ്പ് തേക്കാത്തോള് എന്ന് പറഞ്ഞിട്ടില്ല, അതിലൊരു പ്രയോഗമുണ്ട്. ഹരിഷേണ അർത്ഥപര. അർത്ഥപര എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഒരാൾക്ക് ഒരു ഉറുപ്പ്യ കൊടുക്കാത്ത. അർത്ഥപര പറഞ്ഞാൽ സമ്പത്തിനോടൊക്കെ ആർത്തിയുള്ള എന്നാണ്, അതാണ് ഉദ്ദേശിച്ചത്. അങ്ങനെയാണ്. അപ്പോൾ ഈ ആർത്തിക്കാരി കൗസല്യ രാമമാത, രാമൻ്റെ അമ്മ ധനം കാശൊക്കെ കൊണ്ടുപോയിട്ട് ജനേഭ്യ സംപ്രയച്ഛതി, ആൾക്കാർക്ക് പണം കൊടുക്കണു. കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടാവും. എന്താ കാരണം? ഇതെങ്കിൽ ഇത് പതിവില്ല. കൗസല്യയുടെ കൈ കൊണ്ടൊന്നൊരു ഉറപ്പൊരാൾക്കും കിട്ടിയതായിട്ട്. അതിൻ്റെ അർത്ഥം എന്താ ചോദിച്ചാൽ, കൗസല്യ മനുഷ്യന്മാർക്കൊന്നും കൊടുക്കാത്തോളാണ് നല്ല. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് അവിടുത്തെ കുടുംബത്തിൻ്റെ ഒരു സന്തോഷമാണ് മനസ്സിലാക്കേണ്ടത്. ഏത് കുടുംബത്തിൻ്റെയും? കൗസല്യയും കൈകേയും സുമിത്രയും ഒക്കെ കൂടിയിരിക്കുന്ന ഒരു കുടുംബം ഉണ്ടല്ലോ അവിടെ. അപ്പം ആ കുടുംബത്തിൽ ഈ ഇവരുടെ ഒരു പരസ്പര ഒരു ഇതായിരിക്കുമല്ലോ. അപ്പോൾ പറയുന്നത് കൈകേയിക്ക് ഇപ്പം കൗസല്യോട് ഇങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവുമോ നിശ്ചയില്ല. എന്നാലും ഈ കൈകേയിയുടെ പണിക്കാരത്തി അല്ലെങ്കിൽ ധാത്രി ആയിരിക്കണ മന്ധരയ്ക്ക് എന്തായാലും കൗസല്യോട് എന്തുണ്ട്? ഇല്ലെങ്കിൽ നേതാക്കന്മാർ തമ്മിൽ വലിയ ശണ്ട ഉണ്ടാവില്ല. അനുയായികളാണ് മുട്ടുകാല് വെട്ടെല്ലാം കഴുത്ത് വെട്ടലൊക്കെ ആയിട്ട് ചത്തുപോയി. ഏതെങ്കിലും നേതാവ് ചത്തിട്ടുണ്ടോ നമ്മുടെ നാട്ടിൽ? ഇത്ര കാലമായി വെട്ട് നടക്കണു, ഒരു നേതാവും ചത്തിട്ടില്ല. നേതാവിൻ്റെ മക്കളും ചത്തിട്ടില്ല. ചത്തതൊക്കെ ആരാണ്? ആ പണിക്ക് പോവാണ്ട് ഈ കോലും പിടിച്ച നടന്ന് കൊലകൊലോ 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 എന്നും പറഞ്ഞ് നടന്നവനാണ് ചത്തതൊക്കെ. അവൻ്റെ അമ്മമാരാണ് പിച്ച തെണ്ടി നടക്കുന്നത്. അവൻ്റെ കുട്ടികളാണ് അങ്ങാടിയിൽ തെണ്ടണത്. മറ്റവൻ്റെ മക്കൾ ഇപ്പോൾ കാനഡയിലും ഓസ്ട്രേലിയയിലും UK-യിലും സ്കോട്ട്ലൻഡിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പഠിക്കുന്നുണ്ട്, നല്ല പണിയെടുക്കുന്നുണ്ട്. അത് മനസ്സിലാക്കാൻ ഈ അടിമകൾക്കൊന്നും പ്രാപ്തിയില്ല. സ്കൂളിലേക്ക് പോയതുകൊണ്ട് കാര്യമില്ലല്ലോ, വിവരം ഉണ്ടാവണ്ടേ, എന്നാലല്ലേ അവനവൻ്റെ കുടുംബത്തേക്ക് നന്മ ഉണ്ടാവുള്ളൂ. ആ വകതിരിവ് ഉണ്ടാവണമെങ്കിൽ പണി വേറെ എടുക്കണം. മനസ്സിലാവുന്നില്ലേ? ഇതാണ് കഥ. അതുകൊണ്ട് ഇന്നലെ നമ്മൾ പറയും നമ്മൾ മറ്റേതാണെന്ന്. ഏത് നമ്പർ ശരിയല്ലേ? ഇത് ഈ ജാതിയാണ് സമ്പ്രദായം. അതുകൊണ്ട് എന്താ വെച്ചാൽ പറഞ്ഞു വന്നത് എന്താണെന്നാണെങ്കിൽ, ഇവിടെ കൗസല്യയും കൈകേയും തമ്മിൽ ശണ്ഠയുണ്ട്, അല്ലെങ്കിൽ അവർ തമ്മിൽ അലോഹ്യുണ്ട് എന്നൊന്നും ഇവിടെ സൂചനയില്ല, പറഞ്ഞിട്ടുമില്ല. അങ്ങനെ നമുക്ക് എവിടെയും കാണാനും ഇല്ല. കൈകേയൊന്നും കൗസല്യയെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞതായിട്ടോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും അവർ സ്ത്രീകൾ തമ്മിൽ മോശമായിട്ട് പറഞ്ഞതായിട്ട് ചരിത്രമൊന്നും ഇവിടെ പുസ്തകത്തിൽ കാണാനില്ല. പക്ഷേ ഈ കൗസല്യയുടെ കാര്യത്തെക്കുറിച്ചിട്ട് കൈകേയിയുടെ കൂടെ നിൽക്കണ, കൈകേയിയുടെ ഒരു അമ്മഛായ ഉള്ളവളായ ധാത്രി ഛായ ഉള്ളവളായ ഈ മന്ധര ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പം കൈകേയിക്ക് ഇല്ലെങ്കിലും കൈകേയിക്ക് കിട്ടേണ്ടത് കൗസല്യക്ക് പോണു എന്നുള്ളൊരു തോന്നലുണ്ടാവുകൊണ്ട് ഈ ദാസിമാർ തമ്മിൽ ചിലപ്പം
എന്തെങ്കിലും തർക്കം ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും. ഏതായാലും ഈ മന്ധര പറഞ്ഞത് ഇങ്ങനെയാണ്: രാമമാത ധനം കിന്നോ ജനേഭ്യ സംപ്രയച്ഛതി. കിന്നു ചോദിച്ചാൽ എന്താണാവോ രാമൻ്റെ അമ്മ ആൾക്കാർക്കൊക്കെ പണം കൊടുക്കണോ? ഈ കൗസല്യാണെങ്കിൽ ഒരാൾക്കൊരു സാധനം കൊടുക്കാത്തതാണല്ലോ, ഇപ്പം എന്താവോ കൊടുക്കണത് എന്നാണ് അതിൻ്റെ മലയാളം. അപ്പോൾ എന്തോ കാര്യമായിട്ടുണ്ട്. ഇവളെന്ത് ചെയ്തു? അതിമാത്രം പ്രഹരിഷോയി. വല്ലാത്ത ജാതി സന്തോഷമാണ് കാണുന്നത്. ആളുകൾക്കും കാണാനുണ്ട്, എല്ലാവർക്കും കാണാനുണ്ട്. എന്തോ ഇവിടെ ഉണ്ട്. വേഗം എന്ത് ചെയ്തു വെച്ചാൽ അവിടുന്ന് ഈ മലയേമെന്ന് താഴേക്ക് ഇറങ്ങി പോകുമ്പോഴാണ് ഏതോ പണിക്കാരൻ അങ്ങോട്ടോ പോണത് കണ്ടു. അപ്പോൾ അവനെ വിളിച്ച് ചോദിച്ചു, എന്താടോ ഇവിടെ നടക്കണത് ചോദിച്ചു. ആരോട്? അറ്റൻഡറോട് ചോദിച്ചേ. തവണക്കാരുണ്ടാവില്ല അവിടെ, രാജാവ് കൊട്ടാരത്തിൻ്റെ ഓരോ മുറിയിൽ ഓരോ ദിക്കിലിങ്ങനെ ഓരോന്നിന് നിൽക്കില്ലേ. ചോദിച്ചു എന്താ ഇവിടെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അതാനെന്ന് അറിഞ്ഞിട്ടില്ലേ? ഇല്ല, ഞാനൊന്നും അറിഞ്ഞില്ല. ഞാൻ അപ്പോൾ മാളികയുമ്പോൾ കയറിയപ്പോഴാണ് കണ്ടത്. ആ വാട്ടർ ടാങ്ക് കഴുകാൻ നോക്കിയതാണ്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കയറി നോക്കിയപ്പോഴല്ലേ കണ്ടത്. ചുറ്റി നോക്കുമ്പോൾ എന്തൊരു ജാതി പുറപ്പാടാ നാട് മുഴുവനെയും, ഒന്നും മനസ്സിലാവണില്ല. ആളുകളൊക്കെ മാലയും പൂവൊക്കെ തൂക്കി അലങ്കരിക്കണം, അവനവൻ്റെ വീടും നാടും ഒക്കെ. മാത്രമല്ല അടിച്ചു തെളിച്ച് ശുദ്ധം വരുത്തണം, നല്ല ഉടുപ്പോ ഉടുത്ത് നടക്കണു. സന്തോഷമില്ല, എല്ലാവരും പറയണോ ചിരിക്കണു ആൾക്കാർ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതും കണ്ട് രാമൻ്റെ അമ്മ കൊടുക്കണത് ആർക്ക്? നാട്ടുകാർക്ക്. എല്ലാം കൂടി നോക്കുമ്പോൾ എന്തോ വിശേഷമുണ്ട്. എന്താണോ ഇവിടെ നടക്കുന്നത്? അതല്ലേ ഇവിടെ നാളെ രാവിലെ ഇവിടെ കേമാണേ. എന്താ കേമം? നാളെ ഇവിടെ എന്താ വെച്ചോ പുഷ്യേണ. നാളെ വിളിച്ച പൂയ നക്ഷത്രം തുടങ്ങുമ്പോൾ മുഹൂർത്തത്തിന് എന്ത് ചെയ്യും? രാമനെ രാജാവായിട്ട് വാഴിക്കും. അപ്പം അതിൻ്റെ ഒരു സന്തോഷം എല്ലാവരും ഇപ്പോൾ കാണിക്കണതേ. നാട് മുഴുവൻ അലങ്കരിച്ചത് രാജാവിൻ്റെ കൽപ്പന പ്രകാരമാണ്. എന്താ കാരണം? നാട്ടിലെല്ലാവരും ആഹ്ലാദവാന്മാരായിട്ടിരിക്കണം, നല്ലൊരു കാര്യം നടക്കല്ലേ, അതിനുള്ള ഒരുക്കാണ് എന്നും പറഞ്ഞു. അതായത് ദശരഥോ രാമം അഭിഷേചയിതാനഖം. രാമനെ നാളെ അഭിഷേകം കഴിക്കും, അതാണ് പുറപ്പാട്. ഇത് കേട്ടപ്പോൾ എന്താ വെച്ചാൽ ഈ വർത്തമാനം കേട്ടപ്പം നമ്മുടെ ഈ കുബ്ജ ഈ നമ്മുടെ മന്ധരയെ വിളിക്കണ വേറൊരു പേരാണ് കുബ്ജ. കുബ്ജ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കുബ്ജ എന്ന് പറഞ്ഞാൽ കൂനി എന്നാണ്. കൂന് എന്ന് കേട്ടിട്ടുണ്ടോ? പുറത്തിങ്ങനെ ഒരു വയ്യായാണത്. ആരെയും കുറ്റം പറയാനൊന്നും പറ്റില്ല. എന്താ വയ്യായി ആർക്കാണ്ടാവുക നമുക്ക് ഇഷ്ടമുണ്ടോ? അപ്പം അങ്ങനെ ഒരു ജന്മന ഒരു വയ്യായ ഉണ്ടാവണ ആ സമ്പ്രദായത്തിന് ഈ കൂന് പറയുന്നത് ഇവർന്ന് നിൽക്കാനൊന്നും പറ്റില്ല. പുറങ്ങനെ എന്തോ ഒരു വൈകല്യം ജന്മന ഉണ്ടായത്. അപ്പം അങ്ങനെ ഒരു കൂനുള്ള ആളും കൂടിയാണ് ആര്? ഈ മന്ധര. നേരെയുള്ള ശരീരക്കാരിയല്ല. അപ്പം അതുകൊണ്ട് ഈ കുനിഞ്ഞ് നടക്കുന്ന കുബ്ജ മന്ധര എന്തേ ചെയ്തു വെച്ചാൽ അതവിടെ ഉണ്ടായത്. ധാത്രിയാസ്തു വചനം ശ്രുപ്ത്വാ കുബ്ജ ക്ഷിപ്രം അമരിഷിത. ഇത് കേട്ടപ്പോൾ കുബ്ജയ്ക്ക് കൂനിക്ക് എന്ത് വന്നു? ക്ഷിപ്രം അമരിഷിത ദേഷ്യം വന്നു. നല്ലൊരു വർത്തമാനം കേട്ടാൽ സന്തോഷിക്കല്ലേ വേണ്ടത്. ചിലർക്ക് നല്ലത് കേട്ടാൽ സന്തോഷാവില്ല. അപ്പുറത്തെ വീട്ടിലേ ആ കുട്ടിക്ക് ജോലി കിട്ടി. അതിന് കിട്ടിയോ? ഒരു ജാതി സ്വഭാവം അതിൻ്റേത്. അതിനൊക്കെ പണി കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണ്? ഈ ഗവൺമെൻറ്റിനൊന്നും ഒരു കഥയില്ല. പറയുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ തോന്നിയത്? നല്ല ബുദ്ധിയില്ല ആളാച്ച എന്താ പറയുക? അപ്പുറത്തെ വീട്ടിലെ കുട്ടിക്ക് നല്ലൊരു പണി കിട്ടിയെന്ന് പറഞ്ഞ് അതിന് പണി കിട്ടിയോ? നന്നായി കിട്ടുമോ? കഷ്ടപ്പാട് തീരുമല്ലോ. അതിനെങ്കിലും ഒരാൾക്കെങ്കിലും ഒരു പണിയൊക്കെ ഉണ്ടെങ്കിൽ നന്നാവും. ഇന്ന് നല്ലത് പറയാൻ തോന്നിച്ചാൽ അങ്ങനെ നല്ലത് പറയാൻ തോന്നുന്നു വെച്ചാൽ ആ വ്യക്തി, ഈ കുട്ടി നല്ലവനാണെങ്കിലും ചീത്തയാണെങ്കിലും എന്തെങ്കിലും ആയിക്കോട്ടെ, ആ പറയണവൻ എന്തായാലും നല്ലവനാവും. മനസ്സിലായില്ല? അതായത് ഈ നന്മ നമ്മുടെ ഉള്ളിൽ നിന്ന് വാക്കായിട്ട് വരണമെങ്കിൽ നമ്മൾ മലയാള ഭാഷയും കേരള പാണിനിയും പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. എന്ത് വേണം? ഭാഷാ പാണ്ഡിത്യം ഉണ്ടായതുകൊണ്ട് അകത്തുനിന്ന് നല്ലത് വരില്ല. അകത്തുനിന്ന് നല്ലത് വരണമെങ്കിൽ അകത്ത് നന്മ ഉണ്ടാവണം. പണ്ട് ആരോ പറഞ്ഞില്ലേ, എന്ത് ഇദ്ദേഹത്തിന് 14 ഭാഷ അറിയാമെന്നും പറഞ്ഞു. അപ്പം മറ്റേ ആൾ ചോദിച്ചു, അപ്പം അദ്ദേഹം 14 ഭാഷയിലും വിവരക്കേട് പറയില്ലേ ചോദിച്ചു. എന്ത് നമ്മളൊക്കെ 1-2 ഭാഷയിലൊക്കെ പറയുള്ളൂ, ഇയാൾ 14 ഭാഷയിലും. ഭാഷ നിശ്ചണ്ടായിട്ട് കാര്യമുണ്ടോ? പറയുന്നതൊക്കെ വിവരക്കേടാവില്ലേ? കയ്യിലിരിപ്പ് വിവരക്കേടാണെങ്കിൽ ആ വിവരക്കേട് എന്ന് പറഞ്ഞാൽ കയ്യിലിരിപ്പ് ഭാഷ ഇഷ്ടണ്ടായതുകൊണ്ട് പോവില്ലേ? അപ്പോൾ ഈ നല്ലത് പറയണമെങ്കിൽ നന്മ ഉണ്ടാവണം ഹൃദയത്തിൽ. അതില്ലായോണ്ടാണ് ഈ കുബ്ജ എന്ത് ചെയ്തത്? ഇപ്പം ഈ വർത്തമാനം കേട്ടപ്പം ദേഷ്യപ്പെട്ടതെന്നാണ്. അപ്പോൾ ഇതിപ്പോൾ എന്തിനാ പറഞ്ഞു ചോദിച്ചാൽ, നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു നന്മയുടെ വർത്തമാനം, ആർക്കെങ്കിലും നന്മയുണ്ടായി, ഇതിപ്പോൾ ഉദ്യോഗം കിട്ടിയെന്നോ അല്ലെങ്കിൽ അപ്പുറത്തെ കുട്ടി നല്ല മാർക്ക് വാങ്ങി ജയിച്ചു പരീക്ഷയിൽ എന്നൊക്കെ കേൾക്കുമ്പോൾ ജയിച്ചു, ആ കുട്ടി നന്നായി, നമ്മുടെ നാട്ടിലെ കുട്ടി ജയിച്ചുല്ലോ, നല്ല കാര്യം തന്നെ എന്ന് പറയാനൊക്കെ അതങ്ങനെ ചിന്തിക്കാനും നമുക്ക് തോന്നുന്നു വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയുമോ? മനസ്സിൽ കുറേശ്ശെ നന്മയുണ്ട്, നശിച്ചിട്ടില്ല നന്മ എന്നാണ്. അതല്ല, ആർക്കെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും നന്മ ഉണ്ടാകുമ്പോൾ നമുക്ക് മറ്റേ ജാതി എന്തിനു കൊള്ളുക എന്ന് പറയാനൊരു വളരെ മോശമായിട്ട് പറയാനോ പറയണില്ലെങ്കിൽ ചിന്തിക്കാനോ തോന്നണോ വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയുമോ? കയ്യിലിരിപ്പ് മഹാമോശമാണ്. ആരോടും ചോദിക്കും പറയും വേണ്ട, നമുക്ക് തന്നെ സെൽഫ് അനലൈസേഷൻ. എന്താ അല്ലാത്ത ജാതി അവനവനെ തന്നെ അവനവൻ
പരിശോധിച്ച് മനസ്സിലാക്കുക. നാട്ടുകാർ പരിശോധിക്കണേക്കാൾ നല്ലത് നമ്മൾ തന്നെ പരിശോധിക്കുക നല്ലത്. നമ്മുടെ നാട്ടുകാർ പരിശോധിക്കുമ്പോൾ മോശമാവും. അവനവൻ തന്നെ പരിശോധിച്ച് തിരുത്തി നേരിയൊക്കെ വെച്ചാൽ അത് ഗുണമാവുകയെ. അപ്പം ഇവിടെ എന്താ വെച്ചാൽ ഈ ധാത്രിയുടെ വാക്ക് കേട്ടിട്ട്, ധാത്രി എന്ന് പറഞ്ഞാൽ നമ്മൾ പണിക്കാരനോട് ചോദിച്ചു എന്ന് പറഞ്ഞില്ലേ, ഏതൊരു പണിക്കാരത്തിയോട് ചോദിച്ചു എന്നാണ്. പണിക്കാരനായാലും പണിക്കാരത്തിയായാലും വിവരം കുബ്ജയ്ക്ക് കിട്ടിയേ. അപ്പം ഇത് ദഹ്യമാന കോപേന, ദേഷ്യം പെട്ടിട്ട് ദേഷ്യം സഹിക്കുക വയ്യാതെ ദഹിക്കണ മാതിരി ആര് പോയത്, ചൂട്ടൊക്കെ വീശി പോണ മാതിരി. എന്ത് പോണ മാതിരി? ഈ ചൂട്ട് പറഞ്ഞാൽ മനസ്സിലാവുമോ? ഈ ചൂട്ട് ഇങ്ങനെ വീശുമ്പോൾ എന്തുണ്ടാവും? വീശുമ്പോൾ അതിങ്ങനെ നല്ല ഇതിലിങ്ങനെ പ്രകാശിച്ചും കൊണ്ട് കത്തും. അതുപോലെയാണ് ആര് പോയത്? ഒരു അടങ്ങി ഉള്ളിലൊതുക്കിയിട്ടല്ല പോയത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞും കൊണ്ട് പോണ്ടാവും. ആര്? ദേഷ്യപ്പെട്ടിട്ടേ. അങ്ങനെ ഉണ്ടല്ലോ ചിലർ ദേഷ്യം വന്ന് അങ്ങനെ പരപരപരപരപരോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലാത്ത ജാതി ദുരിതാ അത്. ചിലവരും ദേഷ്യപ്പെട്ടാൽ മിണ്ടില്ല. അത് കുറച്ച് ആശ്വാസം. എന്താ കാരണം? നാട്ടുകാർക്ക് ബുദ്ധിമുട്ടില്ല. ഇത് മിണ്ടാൻ്റെ ഒരു മൂലയിലിരുന്ന വാതിലങ്ങോട്ട് ചാരിയാൽ പിന്നെ അതായിട്ട് കഴിയും. നാട്ടുകാർക്ക് വിഷമല്ലേ. മറ്റതങ്ങനെയല്ല. മറ്റത് ഇങ്ങനെ പഴയ ടേപ്പ് റെക്കോർഡർ ചീത്തയായ മാതിരിയാണ്. ഇത് പണ്ട് ടേപ്പ് റെക്കോർഡർ മനസ്സിലായി. അമ്പലത്തിലൊക്കെ പാട്ട് വയ്ക്കണ പെട്ടി, അതിലൊരു ഇത്ര വലിപ്പമുള്ളൊരു പെട്ടി അതിൽ തിരികിയിടും. അതിൽ വള്ളി ഉണ്ടാവും, അതിൻ്റെ മുകളിൽ കറുത്ത വള്ളി. ആ വള്ളി ഇങ്ങനെ തിരിയും. അപ്പോൾ ആ പാട്ട് വരിക. അങ്ങനെയുള്ള പണ്ടൊക്കെ കണ്ടിട്ടില്ലേ? പഴയ ആൾക്കാർക്ക് വശം ഉണ്ടാവും. അത് ഈ വടക്കര നാരായണനാർ രാവിലെ 4 മണിക്ക് എണീറ്റ് വന്നിട്ട് ഇത് പെട്ടി അമ്പലത്തിൻ്റെ പുറത്തെ മതിലിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൈയിട്ടിട്ട് പെട്ടി അങ്ങോട്ട് ഇതിന് അത് ഓൺ ചെയ്തിട്ട് അതിൽ പോയി കിടന്നുറങ്ങും. പിന്നെ അതിൽ 8 മണിക്കാണ് അവിടേക്ക് വരിക, അമ്പലത്തേക്ക് വരിക. ഇദ്ദേഹം അമർത്തിയിട്ടിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? പോയി കിടന്നുറങ്ങി. പെട്ടിയിൽ ഈ വള്ളി കുടുങ്ങി. പിപ്പിപ്പി. രാവിലെ ആൾക്കാരിങ്ങനെ എണീക്കുന്നതൊക്കെ ഈ ഭക്തിഗാന സുധ കേട്ടിട്ടാ. ഏത് വല്ലാത്ത ജാതി ഭക്തി. ആളുകൾക്ക് ഭക്തി ഇങ്ങോട്ട് കൂടിയിട്ടേ ഈ ഭക്തിഗാനം കേട്ടിട്ട്. അപ്പോൾ പിന്നെ നാരായണ നായർ ഇനി 8 മണിക്ക് വന്നിട്ട് വേണം പിപ്പി ഓഫ് ചെയ്ത് നേരെയാക്കാൻ. അതുവരെ ആളുകൾ സഹിച്ചേ പറ്റുള്ളൂ ഈ ഭക്തിഗാന സുധ. ഉണ്ടല്ലേ എന്ന് പറഞ്ഞ മാതിരി ചിലർക്ക് ദേഷ്യം വന്നാൽ ഈ പിപ്പി പോലെയാണ്. അപ്പോൾ 8 മണി വരെ എന്ത് കേൾക്കണം? 4 മണി മുതൽ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞും കൊണ്ടാവുക ആര് പോകണുണ്ടാവുക. അതാണ് ഈ ദീപ്യമാനം ജ്വലിച്ചും കൊണ്ട് തീക്കനൽ കത്തണ മാതിരി കത്തി ജ്വലിച്ചു കൊണ്ട് പോയി എന്ന്. അങ്ങനെ നേരെ ചെന്ന് അവിടേക്കാൻ നിശണ്ടോ, നേരെ ഇങ്ങോട്ട് ചെന്നു അകത്ത മുറിയേക്ക് ചെന്നു. അപ്പോൾ അവിടെ വെച്ചാൽ നമ്മുടെ കൈകൈ മറ്റേ ജാതി കട്ടിലില്ലേ, ഏതിങ്ങനെ ഇങ്ങനെയുള്ളത്, അതിൻ്റെ മുകളിലിങ്ങനെ മറ്റേ വാരിക വായിച്ച് കിടക്കുക. ഊണും കഴിഞ്ഞിട്ടേ ഏതാണ്ടൊരു ചിത്രം കിട്ടിയില്ലേ കൈകൈയുടെ? കൈകൈ ഇങ്ങനെ ചെരിഞ്ഞ, എന്താ കട്ടിലിൻ്റെ പേര്? ഇങ്ങനെ ഒരു ഊരയ്ക്ക് വേദന മാറ്റിയാൽ മാറാത്തൊരു കട്ടിലില്ലേ, എന്താ അതിൻ്റെ പേര്? ഇനി ദിവാൻ്റെ ആണെങ്കിലും മന്ത്രിയുടെ ആണെങ്കിലും രാജാവിൻ്റെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. കോട്ടകൽ അരവിശാലിയെ നിവൃത്തി. ആ ജാതി അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചെരിഞ്ഞിങ്ങനെ കിടക്കുകയാണ്. മറ്റേ പുസ്തകം ഇങ്ങനെ വായിച്ചുകൊണ്ട് ആ മുടിയൊക്കെ ഇങ്ങനെ നിലത്തേക്ക് ഇങ്ങനെ അഴിഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. ആര്? കൈകൈ വായിച്ചുകൊണ്ട് വാരിക. ഏത് വാരിക എന്ന് ഏതാണെന്നറിയില്ല, ഏതൊരു വാരിക വായിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുക. അപ്പോഴാണ് ആര് വരണത്? മന്ധര ഇങ്ങനെ വരികയാണ്. മന്ധരയ്ക്ക് കിടപ്പ് കണ്ടപ്പോൾ തന്നെ ദേഷ്യം വന്നു. എന്താ കാരണം? ഇരിക്കുക തിരക്കടില്ല, ജാഗ്രതയെന്ന് ആ കിടക്കുന്നത് കണ്ടൊരു ആലസ്യമല്ല കാണിക്കുന്നത്. അത് ഉച്ച നേരത്തെ ചോറുണ്ട് വന്ന് ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങോട്ട് വന്നിട്ട് നോക്കൂ, ശയാനം എത്തിയ കൈകേയും. ശയാനം ഇങ്ങനെ കിടക്ക ശയാന എന്നൊക്കെ പറഞ്ഞാൽ കിടക്കുക നേരത്തുള്ളൂ. അത് നമ്മൾ വിചാരിച്ചാൽ മതി കരിമ്പടം മൂടി പൊച്ച് കുറ ആ ജാതി കിടപ്പല്ല. കിടപ്പ് പല ജാതി ഉണ്ടല്ലോ. അങ്ങനെ കൂർക്കം വലിച്ചുറങ്ങാൻ കിടക്കണ കിടപ്പല്ല. അതാ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു വിശ്രമമായിട്ടൊക്കെ ഇങ്ങനെ പുസ്തകമൊക്കെ വായിച്ചിട്ട് ഇങ്ങനെ കിടക്കില്ലേ, അജാതി കിടപ്പ് കിടക്കണേ. ആലസ്യത്തോടു കൂടി ഒരു കാര്യത്തിൽ ശ്രദ്ധയില്ലാത്ത മട്ടിൽ ഇങ്ങനെ ഒരു വിവരം തോന്നാത്ത മട്ടിൽ കിടക്കണ കൈകേയെ കണ്ടിട്ട് കൈകേയിമിതം വചനമബ്രവീത്. കൈകേയുടെ അടുത്ത് ചെന്ന് കൈകേയോട് പറഞ്ഞു, ഉത്തിഷ്ഠമൂഢേ, കിടന്നോളൂ താൻ പടേ, കിടന്നോളൂ താൻ കിടന്നോളൂ, നീ കിടക്കന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ കൈകേയി അപ്പോൾ പുസ്തകം ഇങ്ങനെ വായിക്കുകയായതുകൊണ്ട് നല്ല ശ്രദ്ധ പുസ്തകത്തിലാണ്. പക്ഷേ താൻ ഇങ്ങനെ കിടന്നോളൂ, തനിക്ക് ഇനിയിപ്പോൾ ഇതൊക്കെ തന്നെയാണ് യോഗം, ഒരു രീതിക്കലും തനിക്ക് കഥയുണ്ടാവില്ല, എന്ത് ചെയ്യാനാണ്, വിവരം വേണ്ടേ. അപ്പോൾ കൈകൈ എന്ത് ചെയ്തു? ഒന്നിങ്ങനെ കണ്ണടയൊക്കെ നീക്കിയിട്ട് നോക്കി, ഇവളെന്ത് രാവിലത്തെ ഗുളിക കഴിച്ചിട്ടില്ലേ, എന്തൊരു അന്തല്യായി, ഇങ്ങനെ പതിവില്ലാത്തതാണേ. ഉത്തിഷ്ഠമൂഢേ എന്നും പറഞ്ഞു. വേണച്ച നീട്ടിരുന്നോളൂ, ഞാൻ ലേശം കാര്യം പറഞ്ഞുതരാമെന്നും പറഞ്ഞു. ആരോട്? മൂഢേ എന്നൊക്കെ. കൈകേയി രാജാവിൻ്റെ ഭാര്യയാണ്. രാജാവിൻ്റെ ഭാര്യ എന്ന് മാത്രമല്ല, മഹാരാജാവിന് ഇഷ്ടപ്പെട്ടോളും കൂടിയാ. ഇവളൊന്നും മിണ്ടി മൂളിയാൽ മതി, രാജാവ് എന്നെ മൂഢ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞാൽ നാളെ പടിക്ക് പുറത്താണ്. ആര്? അത്രയ്ക്കൊക്കെ പ്രാപ്തിയുള്ള കൈകേയിയാണ്. രാജാവിൻ്റെ അടുത്ത് നല്ല സ്വാധീനമൊക്കെ ഉള്ള ആളാണ്. ആര്? കൈകേയി. രാജാവിൻ്റെ ഇഷ്ടക്കാരിയാണ് കൈകേയി. ആ കൈകേയി എനിക്ക് എന്ത് വിളിച്ചത്? ഉത്തിഷ്ഠ മൂഢേ എന്നൊക്കെ വിളിച്ചത്. മൂഢേ എന്ന് പറഞ്ഞ അർത്ഥം എന്താ?
മൂഢ, വിവരമില്ലാത്തോളെ, പൊട്ടത്തി, ഇങ്ങനെ കിടന്നുറങ്ങുക, എണീക്കേ എന്നും പറഞ്ഞു. ആരോട്? കൈകേയിയോട്. അപ്പം കൈകേയി ഇത് കേട്ടിട്ട് അപ്പം അത്രയ്ക്ക് സ്വാതന്ത്ര്യമുള്ള ആളാണ് ആര്? ഒരു ദാസി രാജ്ഞിയുടെ അടുത്ത് വന്നിട്ട് എണീക്കേ പൊട്ടത്തി എന്നൊന്നും വിളിക്കില്ല. അങ്ങനെ വിളിക്കില്ല. എന്താ കാരണം? അങ്ങനെയൊക്കെ നമ്മൾ വിളിക്കുക അത്രയ്ക്ക് അടുപ്പുള്ളവരായിട്ട് പെരുമാറുമ്പോഴേ അങ്ങനെയൊക്കെ പറയുള്ളൂ. അപ്പം ഈ